ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം അനിമി സ്റ്റോറീസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജുജുത്സു കൈസൻ സീസൺ 3യുടെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ബ്ലൂ ബോക്സ് ഫാൻസ് ആരും എന്നെ പങ്ങിക്കിടണ്ട, ഞാൻ നാളെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാട്ടോ. ഇത് ഓൺ ഗോയിങ് സീരീസ് ആയതുകൊണ്ടാണ് ഞാൻ തുടർച്ചയായിട്ട് രണ്ടാമത്തെ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നത്. ബ്ലൂ ബോക്സ് ഫാൻസ് എനിക്ക് ബ്ലൂ ബോക്സിന് തന്ന അതേ സപ്പോർട്ട് ഇതിനും തരിക. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ നമുക്ക് എപ്പിസോഡിലോട്ട് പോവാം. കഴിഞ്ഞ എപ്പിസോഡില് യൂട്ട യൂജിന്റെ മേത്ത് കത്തി ഇറക്കിയിട്ടുണ്ടാവും. പെട്ടെന്ന് യൂജിന്റെ ഉള്ളിലുള്ള സുഗണേനെ കാണിക്കുവാണ്. അടുത്ത സീനില് ചോസയും നോയും കൂടെ എക്സ്ട്രീം ഫൈറ്റ് പോയിക്കൊണ്ടിരിക്കുവാണ്. ചോസോനെ നോയെ എടുത്തിട്ട് അടക്കിക്കൊണ്ടിരിക്കുവാണ്. എന്തൊരു സ്പീഡാണ് ഇവന്. എനിക്ക് ഇവന്റെ ടെക്നിക്ക് എന്താന്ന് പോലും മനസ്സിലാവുന്നില്ല. ഈ അമിതമായ പ്രഷർ അല്ലാണ്ട് അവന് വേറെ ഒന്നും റിവീൽ ചെയ്യാനും ഉണ്ടാവില്ല. എന്റെ ബ്ലഡ് മാനിപ്പുലേഷൻ ആണെങ്കിൽ വർക്ക് ആവുന്നതുമില്ല എന്നിങ്ങനെ ചോസ മനസ്സിൽ വിചാരിക്കുവാണ്. നിന്നെ എത്ര അടിച്ചാലും നീ വീഴില്ലേ, ശരിക്കും നീ ആരാണ് എന്ന് നോയ ചോദിക്കുവാണ്. ഞാനൊരു സഹോദരനാണ്, 10 പേരുടെ സഹോദരൻ എന്ന് ചോസ മറുപടി പറയുവാണ്. ഞാൻ ചോദിച്ചത് എന്താ, നീ പറയുന്നത് എന്താ, ഞാൻ നിന്റെ ടെക്നിക്കിനെ കുറിച്ചാണ് ചോദിച്ചത് എന്ന് പറഞ്ഞ് നോയ ചോസനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുവാണ്. ചോസ അനങ്ങാണ്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നോയ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേനും ചോസ തടയുവാണ്. ആ കൊള്ളാലോ, എന്റെ ടൈമിങ് നിനക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് നോയ പറഞ്ഞ് ചോസന്റെ വയറ്റിൽ ഒരു കീറ് കൊടുക്കുവാണ്. ഞാൻ കണ്ടു, ഫോളോയിങ് റെഡ് സ്കെയിൽ. നീ ആ പവർ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോ നിന്റെ കണ്ണുകളിലൂടെ ഞാനത് കണ്ടു. നീ വീഴാണ്ട് പിടിച്ചു നിൽക്കുമ്പോ എനിക്ക് ഈ ആയുധം ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു. നിനക്ക് ബ്ലീഡിംഗ് ഉള്ളത് കൊണ്ട് ഇനി നിനക്ക് ബ്ലഡ് മാനിപ്പുലേഷൻ ചെയ്യുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ലല്ലോ. ഇനി നോക്കാം എത്ര നേരം എന്റെ ഒപ്പം നീ ഫൈറ്റ് ചെയ്യുന്നു എന്ന് നോയ പറയുവാണ്. ഓ, അപ്പൊ നീ എല്ലാം കരുതി കൂട്ടിയായിരുന്നു അല്ലേ വന്നിരുന്നത്. ഞാൻ ആയുധം ഉപയോഗിച്ചു എന്നുള്ളത് നീ സീക്രട്ട് ആയിട്ട് തന്നെ വെക്കണം. കാരണം ഒരു സോർസറർ കൂടെ ആയുധം കൊണ്ടുപോകുന്നത് എല്ലാരും മോശമായിട്ടാണ് കാണുന്നത്. എന്റെ സഹോദരന്മാരും അങ്ങനെയാണ് പറയാറ്. അവര് വെറും യൂസ്ലെസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ടോജിയെ ചീത്ത വിളിക്കാൻ മാത്രം അവർക്ക് ധൈര്യം ഉണ്ടെന്ന് വിശ്വസിക്കാൻ തന്നെ പാടാണ് എന്ന് നോയ പറയുവാണ്. നീ നിന്റെ സഹോദരന്മാരെ വെറുക്കുന്നുണ്ടോ എന്ന് ചോസ ചോദിക്കുവാണ്. അതെ, എനിക്ക് വെറുപ്പാണ്, അവരൊക്കെ തൂങ്ങി മരിക്കണം. അപ്പൊ ചോസോ, നീ നിന്റെ സഹോദരന്മാരോട് എന്നും കടപ്പെട്ടിരിക്കണം. ഇന്ന് നീ ആരായിരിക്കുന്നോ അതിന്. നീ വളരെ ക്രീപ്പി ആയിട്ടാണ് സംസാരിക്കുന്നതെന്ന് നോയ പറയുവാണ്. കഴിവുള്ളവനാണെങ്കിലും അല്ലെങ്കിലും ഇളയ സഹോദരന്മാർക്ക് അവരുടെ മൂത്ത സഹോദരൻ ഒരു റോൾ മോഡൽ ആയിരിക്കും. ഞാൻ തെറ്റായ പാതയിലാണ് പോകുന്നതെങ്കിൽ എന്റെ ഇളയ സഹോദരന്മാർ അത് പിന്തുടരില്ല. ഇനി ഞാൻ ശരിയായ പാതയിലാണ് പോകുന്നതെങ്കിൽ അവരെന്റെ പാത പിന്തുടരും. നിന്റെ സഹോദരന്മാർ വീക്ക് ആയതുകൊണ്ടാണ് നീ സ്ട്രോങ് ആയതെങ്കിൽ നീ എന്നോട് ചോദിച്ചില്ലേ എന്നെ ഇത്ര അടിച്ചിട്ടെന്താ ഞാൻ താഴെ വീഴാത്തതെന്ന്. ഞാൻ നിന്നോട് പറയാം, എനിക്കാരും റോൾ മോഡൽ ഇല്ല. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ എന്റെ ഇളയ സഹോദരങ്ങളെക്കാൾ മുൻപിൽ നടക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്ട്രോങ് ആയിരിക്കുന്നത് എന്ന് ചോസ പറഞ്ഞ് അവിടെ രക്തപ്പുഴ ഒഴുക്കുവാണ്. ആ രക്തപ്പുഴയുടെ ഒഴുക്കിൽ പെട്ട് നോയ മനസ്സിൽ കരുതുവാണ്, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്, അവനെങ്ങനെയാണ് ജീവനോടെ ഇരിക്കുന്നത് ഇത്രയധികം ബ്ലഡ് ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടും. ഇത് ഡെത്ത് പെയിന്റിംഗ് വോംസ് ആണ്. ഇവനപ്പോ മനുഷ്യനും കേഴ്സ്ഡ് സ്പിരിറ്റും ചേർന്നൊരു ഹൈബ്രിഡ് ആണ്. ഇവർക്ക് ഇവരുടെ കേഴ്സ്ഡ് എനർജി ബ്ലഡ് ആക്കി മാറ്റാൻ പറ്റും. അതുപോലെ അവരുടെ കേഴ്സ്ഡ് എനർജി തീരുന്നവരെ അവർക്ക് ബ്ലഡ് കൊണ്ടുവരാൻ സാധിക്കും. ഇവർക്ക് എത്ര ബ്ലഡ് ലോസ് ആയാലും ഇവര് മരിച്ചു പോവില്ല. അങ്ങനെ ആ ബ്ലഡിന്റെ ഒഴുക്ക് തീർന്ന് നോയ അവിടെ നിൽക്കുവാണ്. ആ ബ്ലഡ് നോയന്റെ കാലിനെ ഒരു ഗമ്മു പോലെ പറ്റി പിടിച്ചു വെച്ചേക്കുവാണ്. ഇനി ബാക്കി പറയട്ടല്ലോ, നീ ഇവിടെ തീർന്നു എന്ന് ചോസ പറയുവാണ്. അങ്ങനെ പറയാനായിട്ടില്ല, നോയ്ക്ക് വേറൊരു ടെക്നിക്കും കൂടി ഉണ്ട്. അവനെ കൊണ്ട് ഒരു സെക്കൻഡില് 24 ഫ്രെയിം ആയിട്ട് മാറാൻ പറ്റും. അവന് ഒരു കുഴപ്പമില്ലാണ്ട് അവിടെ നിന്ന് മാറാൻ സാധിക്കും. ആ സമയം ചോസോ അവന്റെ 150 വർഷത്തെ ട്രെയിനിങ് കൊണ്ട് അവന് സ്വന്തമായിട്ട് ഒരു ടെക്നിക് ഉണ്ട്. ചോസോ ഒറിജിനൽ. അതവന്റെ ബ്ലഡ് ഒരു ബുള്ളറ്റ് പോലെ പ്രവർത്തിക്കും. അങ്ങനെ ആ ബ്ലഡ് ഒരു ബുള്ളറ്റ് രൂപത്തില് നോയനെ അറ്റാക്ക് ചെയ്യാണ്. എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഇന്നും മനസ്സിലാവാത്ത കാര്യം നീ എന്താണ് നിന്റെ സഹോദരങ്ങളെ സ്നേഹിക്കാത്തതെന്നാണ്. അങ്ങനെ ചോസ നോയനെ കൊല്ലാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേനും അവിടേക്ക് യൂട്ട വരുവാണ്. യൂട്ടയുടെ കയ്യിൽ യൂജി ഉണ്ടാവും. എന്തെന്ന് പറഞ്ഞ് ചോസ തിരിയുമ്പോഴത്തേനും ഒരൊറ്റടി കൊടുത്ത് അങ്ങോട്ടേക്ക് ഇടുവാണ്. നിന്റെ കഷ്ടകാലാണെന്ന് തോന്നുന്നു, എന്നെ ഇത്രയും മോശമായിട്ട് നീ നോക്കല്ലേ എന്ന് നോയ പറഞ്ഞ് ബ്ലഡ് വോമിറ്റ് ചെയ്യാണ്. എന്ത് നാശാണിത്, ഇത് വിഷാണോ? ഇതിവന്റെ ബ്ലഡ് മാനിപ്പുലേഷൻ ടെക്നിക്ക് വെച്ചാവും. എന്നാലും ഇത്ര എഫക്റ്റ് ആവാൻ കാര്യമില്ല. ചിലപ്പോ ഇവൻ ഹൈബ്രിഡ് ആയതുകൊണ്ട് എന്റെ ശരീരം ഇവന്റെ ബ്ലഡ് അക്സെപ്റ്റ് ചെയ്യാതെ കൊണ്ടായിരിക്കും. ഞാൻ എന്റെ റിവേഴ്സ് കേഴ്സ്ഡ് ടെക്നിക്ക് ഉപയോഗിച്ച് നിന്നെ സുഖപ്പെടുത്തട്ടെ. ഇതിന് പകരമായി യൂജി മരിച്ച
സംഭവിച്ചെന്ന് നീ ഹയർ അപ്സിന്റെ അടുത്ത് പോയിട്ട് റിപ്പോർട്ട് ചെയ്യണം. പെട്ടെന്ന് യുജിയുടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുവാണ്. എന്താണ് അച്ഛാ, നിങ്ങൾ അവളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഞാനിപ്പോ ഇവിടുന്ന് പോവും എന്ന് യുജിയുടെ അച്ഛൻ ജിന്നു പറയുവാണ്. ജിൻ, നീ നിന്റെ ലൈഫ് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, പക്ഷെ ആ സ്ത്രീയിൽ നിന്ന് നീ അകന്നു നിൽക്കണം, അല്ലെങ്കിൽ നീ മരിച്ചു പോകും. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും യുജിയുടെ മുമ്പിൽ വെച്ച് പറയരുതെന്ന് പറഞ്ഞ നിങ്ങൾ കേൾക്കില്ല. കുഞ്ഞുങ്ങള് നമ്മൾ കഴിഞ്ഞും ഈ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കും. നിനക്കൊരു കുഞ്ഞ് വേണമെന്ന് എനിക്കറിയാം, പക്ഷെ ആ കയോറിക്ക് നിനക്കൊരു കുഞ്ഞിനെ തരാൻ കഴിഞ്ഞില്ല. പക്ഷെ കയോറി മരിക്കാൻ കാരണം എന്ന് മുത്തശ്ശൻ പറയുമ്പോഴത്തേനും അച്ഛാ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എന്ന് യുജിന്റെ അമ്മ ചോദിക്കുവാണ്. പെട്ടെന്ന് യുജി കണ്ണു തുറന്ന് എഴുന്നേറ്റിരിക്കുവാണ്. മുൻപില് യൂട്ട തീ കാഞ്ഞോണ്ടിരിക്കുമായിരിക്കും. ദൈവത്തിന് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞ് യൂട്ട ചിരിക്കുവാണ്. ഒരു സെപ്റ്റംബർ മാസം ഗോജോ എന്നെ കാണാൻ വന്നിരുന്നു. അവന് ശേഷം നിന്നെ എന്നോട് നോക്കാൻ പറഞ്ഞു. എനിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഇങ്ങനെ അഭിനയിക്കേണ്ടി വന്നു. അപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുവാണ്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ച ഫസ്റ്റ് ഇയറിനെ സെക്കൻഡ് ഇയറിനെ നീ വേണം നോക്കാൻ, അക്കാരി അവനെ നോക്കിക്കോളും എന്ന് ഗോജോ പറയുവാണ് യൂട്ടേന്റെ അടുത്ത്. എന്തെങ്കിലും സംഭവിച്ചാലോ, നീ ഏതെങ്കിലും പെണ്ണിനെ പറ്റിച്ചോ എന്ന് യൂട്ട ചോദിക്കുവാണ്. നിന്റെ തമാശ ഇത്തിരി കൂടുന്നുണ്ട് എന്ന് ഗോജോ പറയുവാണ്. പിന്നെ പെണ്ണുങ്ങളല്ലാണ്ട് വേറെ ആരാണ് നിങ്ങൾക്ക് ആപത്തായി മാറുക? നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് സങ്കല്പിക്കാൻ പോലും പറ്റില്ല എന്ന് യൂട്ട പറയാണ്. എസ്പെഷ്യൽ ആയിട്ട് ആ ഫസ്റ്റ് ഇയറിലുള്ള ചെറുക്കൻ യുജി, അവന് നിന്നെ ഇഷ്ടാണ്. അല്ല മിഗുലിന്റെ കാര്യമെന്ന് ഗോജോ ചോദിക്കുവാണ്. അവൻ പറഞ്ഞത് നിന്നെ ഇനി കാണണ്ടെന്നാണ് എന്ന് യൂട്ട പറയുവാണ്. അപ്പൊ നിന്നെ രക്ഷപ്പെടുത്താൻ ഈ നാടകം അഭിനയിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയത്. ഞാനിപ്പോ നിന്നെ ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ വേറെ ആരെങ്കിലും നിന്നെ വന്ന് കൊന്നേനെ. അപ്പൊ യുജി, അപ്പൊ ഞാനിങ്ങനെ ഇപ്പൊ ജീവനോടെ ഇരിക്കുന്നേ? അത് ഞാൻ എന്റെ റിവേഴ്സ് ഗസ്റ്റ് ടെക്നിക്ക് ഉപയോഗിച്ചു. നിന്റെ ഹാർട്ട് നിന്നോടനെ ഞാൻ എന്റെ പോസിറ്റീവ് എനർജി ഉപയോഗിച്ചു. അങ്ങനെ നീ മരിച്ചത് 2ാം പ്രാവശ്യം ഫേക്ക് ആയിരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ അധിക നാൾ മറച്ചു വെക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അവരെന്തായാലും ഇതൊക്കെ കണ്ടുപിടിക്കും എന്ന് യൂട്ട പറയാണ്. നിങ്ങൾ എന്തിനാ ഇതൊക്കെ എനിക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് യുജി ചോദിക്കുവാണ്. അതിന് കാരണം ഞാൻ ആരെയൊക്കെ കെയർ ചെയ്യുന്നുണ്ടോ അവരൊക്കെ നിന്നെയും കെയർ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം എനിക്ക് താങ്ങാനാകാത്ത പവർ എന്റെ ഉള്ളിലോട്ട് വന്നു. പക്ഷെ ഞാൻ കരുതി ആ പവർ എന്റെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ടതായിരിക്കുമെന്ന്. അത് കഴിഞ്ഞാണ് ഞാൻ മനസ്സിലാക്കിയത് അത് ഞാൻ സ്വയം വരുത്തിയതാണ്. നിന്റെ കാര്യത്തിൽ അത് വ്യത്യസ്തമാണ്. നീ ക്യാരി ചെയ്യുന്ന പവർ നിന്റെ സ്വന്തം അല്ല. അതുകൊണ്ട് ഇതൊന്നും നിന്റെ തെറ്റല്ല എന്ന് യൂട്ട യുജിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയം മെഗുമി അവിടെ വന്നിട്ട്, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? വേഗം ജുജുത്സു ഹൈയിലോട്ട് തിരിച്ചു വാ. അവിടെയുള്ള ബാരിയറൊക്കെ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആരും നിന്റെ മുഖം നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ നീ തിരിച്ചു വന്നാലും അതൊരു പ്രശ്നമാവില്ല. അപ്പൊ യുജി, ഒന്നും സംഭവിക്കാത്ത പോലെ നീ പറയാതെ. ഞാൻ നിറയെ പേരെ കൊന്നു. ഞാൻ കാരണമാണ് അത്രയും പേര് മരിച്ചുപോയത്. അത് നിന്റെ തെറ്റല്ല യുജി. നീ സ്വയം തീരുമാനം എടുത്ത് ഗിവ് അപ്പ് ചെയ്യണ്ട. ഇത് നോക്ക്, നമ്മൾ ഹീറോസ് ഒന്നുമല്ല, വെറും ജുജുത്സു സോഴ്സേഴ്സ് ആണ്. നമ്മളെ യഥാർത്ഥത്തിൽ വിധിക്കാൻ ആരുമില്ല. അതുകൊണ്ട് നമ്മൾ നിലനിൽക്കാൻ അർഹരാണ് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കണം. നമ്മളെ തന്നെ വിചാരിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കാനൊന്നും ഇപ്പൊ സമയമില്ല. അങ്ങനെ നഗുമി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും യുജിന്റെ മനസ്സിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് സമ്മർദ്ദം നടന്നുകൊണ്ടിരിക്കുവാണ്. എന്നെ രക്ഷിക്കാൻ നോക്കിയ ജീവിതാവസാനം വരെ സഫർ ആകേണ്ടി വരും എന്നൊക്കെ യുജി മനസ്സിലാലോചിച്ചുകൊണ്ടിരിക്കുവാണ്. യുജി, നുരുട്ടോഷി ഗാമോ ഒരു കില്ലിംഗ് ഗെയിം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് ജുജിറ്റ്സുലുള്ളവരെ പരസ്പരം കൊല്ലാൻ ഫോഴ്സ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതാണ് കള്ളിംഗ് ഗെയിം. തുസ്മുഗി ഈ കള്ളിംഗ് ഗെയിമിന്റെ ഉള്ളിലേക്ക് വലിച്ചിഴക്കപ്പെട്ടിട്ടുണ്ട്. പ്ലീസ് യുജി, എനിക്ക് നിന്റെ ശക്തി ആവശ്യമുണ്ട്. ഈ കള്ളിംഗ് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേഴ്സ്ഡ് ടെക്നിക്സ് ഉപയോഗിക്കുന്നവരെ തമ്മിൽ കൊല്ലുന്നതാണ്. അതിൽ സോഴ്സേഴ്സ് കൊന്നു കഴിഞ്ഞാൽ 5 പോയിന്റ്, സാധാ മനുഷ്യരെ കൊന്നു കഴിഞ്ഞാൽ 1 പോയിന്റ്. അങ്ങനെ ആർക്കാണോ 100 പോയിന്റ് കിട്ടുന്നത് അവർക്ക് ഈ ഗെയിമിൽ പുതിയ റൂൾസ് കൊണ്ടുവരാൻ പറ്റും. ഏതെങ്കിലും ഒരു ബാരിയറിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവർ ഈ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിട്ട് കണക്കിലെടുക്കപ്പെടും. ഈ കള്ളിംഗ് ഗെയിമാണ് ഈ സീസന്റെ ആർക്ക്. ഇതൊക്കെ കേട്ടിട്ട് യൂട്ട സുഗുണ മെഗുമീനെ വെച്ച് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഷിബിയയിൽ വെച്ച് അവൻ എന്റെ ബോഡി കൺട്രോൾ എടുത്തു. അതിന് കാരണം ഞാൻ അവിടെ വെച്ച് സുഗുണേന്റെ നിറയെ ഫിംഗേഴ്സ് കഴിക്കേണ്ടി വന്നു. ഇപ്പൊ എന്റെ ഉള്ളില് 15 ഫിംഗേഴ്സ് ഉണ്ട്. ഇനി ഞാൻ കഴിക്കാൻ 5 വിരലുകൾ കൂടി ബാക്കിയുണ്ട്. ഇനി ഏതെങ്കിലും ഒരു വിരൽ ഞാൻ കഴിച്ച് എന്റെ ബോഡി അവൻ ടേക്ക് ഓവർ ചെയ്യുകയാണെങ്കിൽ നീ വേറെ ഒന്നും നോക്കണ്ട, നീ എന്നെ കൊന്നേക്കണം. എനിക്ക് തോന്നുന്നത് നിന്നെ കൊണ്ടേ അത് ചെയ്യാൻ കഴിയുള്ളൂ. ശരിയെന്ന് യൂട്ടയും പറയുവാണ്. ഫുഷിഗ്രോ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ജുജുത്സു ഹൈയിലേക്ക് തിരിച്ചു പോകണം. അവിടെ മാസ്റ്റർ ടെങ്കനെ നമുക്ക് കോണ്ടാക്ട് ചെയ്യണം. എന്നാലേ നമുക്ക് പ്രിസമിൽ അടച്ചു വെച്ച ഗോജോനെ തിരിച്ചു കൊണ്ടുവരാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അറിയുള്ളൂ. അതുമല്ലാണ്ട് നൊറട്ടേഷി ഗാമുവിന് എന്താണ് വേണ്ടത്, അവന്റെ അടുത്ത പ്ലാൻ എന്താണെന്ന് അറിയാൻ സാധിക്കുള്ളൂ. കള്ളിംഗ് ഗെയിം ശരിക്കും ജുജുത്സു ടെറർ അറ്റാക്ക് പോലെയുണ്ട്. ഇത് നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരണമെങ്കിൽ ഈ 2 ക്വസ്റ്റ്യന് ആൻസർ കിട്ടിയേ പറ്റുള്ളൂ. ഇതിന്റെ ഉത്തരം ടെൻഷന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അപ്പൊ യൂട്ട
സുകുമോയ്ക്ക് ഇതിനെ പറ്റി എന്തെങ്കിലും അറിയോന്ന് ചോദിക്കുവാണ്. ഞാനത് അവളോട് നേരത്തെ ചോദിച്ചു. ഈ ഐഡിയ അവള് തന്നതാണ്. അവളും ഇപ്പൊ ജുജുത്സു ഹൈയിൽ നിന്ന് തലമറവായിട്ടാണ് ഇരിക്കുന്നത് എന്ന് മെഗുമി പറയുവാണ്. ഇപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാ ടെങ്കൻ കൺസീൽമെന്റ് ബാരിയറിന്റെ ഉള്ളിലാണ്. ആ സ്ഥലത്ത് 100 ഡോർസുകൾ ഉണ്ടാവും. അത് ഷഫിൾ ആയിക്കൊണ്ടേയിരിക്കും. അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡോറിൽ കൂടെ പോയാൽ മാത്രമേ നമുക്ക് ടെങ്കനെ കാണാൻ പറ്റുള്ളൂ എന്ന് യൂട്ടോ പറയാണ്. എന്നിട്ട് യൂജി എഴുന്നേറ്റ് എന്നോട് ക്ഷമിക്ക് ഫുഷിഗ്രോ, ഇപ്പൊ നിന്നോട് ഇത് ചോദിച്ചേ പറ്റുള്ളൂ. കുഗിസാക്കിക്ക് എന്താ പറ്റിയത്? ആ സമയം മെഗുമി ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. അപ്പൊ യൂജിക്ക് കാര്യം മനസ്സിലാവും. അവന്റെ സങ്കടം അവൻ അവിടെ കടിച്ചു പിടിച്ച് നിൽക്കുവാണ്. എനിക്ക് മനസ്സിലായി. ആ സമയം ഇതൊക്കെ മറിഞ്ഞിരുന്ന് കേട്ട ചോസോ വരുവാണ്. ആ കൺസീൽമെന്റ് ബാരിയർ ഇല്ലേ, അതെന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നാ തോന്നുന്നേ. നീ ഇതൊക്കെ കേട്ടോണ്ടാണോ ഇരുന്നത് എന്ന് യൂജി ചോദിക്കുവാണ്. നീ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ചോസോന്ന് യൂട്ട ചോദിക്കുവാണ്. മഹിറ്റോ അന്ന് സുഗുണയുടെ ഫിംഗേഴ്സ് കട്ടെടുത്തില്ലേ, അതേപോലെ. അങ്ങനെ അവരെല്ലാവരും യൂക്കി മറിഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. അവിടെ മാക്കി ഉണ്ടാവും. യൂട്ട മാക്കിനെ കണ്ടുപാടെ, മാക്കി നിന്നെ കൊണ്ട് അനങ്ങാനൊക്കെ സാധിക്കുന്നുണ്ടോ? ആ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് മാക്കി പറയുവാണ്. അവക്ക് കിട്ടിയ പൊള്ളല് വളരെ കൂടുതലായിരുന്നു. പക്ഷെ റിവേഴ്സ് കേഴ്സ്ഡ് ടെക്നിക്ക് ഉപയോഗിച്ച് കുറച്ചൊക്കെ ശരിയാക്കി. അവക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയ ഹെവൻലി റെസ്ട്രിക്ഷൻ ഇരിക്കുന്നതുകൊണ്ട് അവളുടെ ജീവന് ആപത്തൊന്നും പറ്റിയില്ല. അവൾക്ക് ക്ലാൻ ഹെഡ് ആവുന്നതിൽ ഇത് സംഭവിച്ചത് ഒരു നാണക്കേടാണ് എന്ന് യൂക്കി പറയാണ്. എനിക്ക് ക്ലാൻ ഹെഡ് ആവണമെന്നൊന്നുമില്ല. മെഗുമി, അടുത്ത പ്ലാൻ എന്താന്ന് ചോദിക്കുവാണ് മാക്കി. അത് ഞാൻ പറയാം. കൺസീലിംഗ് ബാരിയറും ടെങ്കന്റെ ബാരിയറിന്റെയും ഇടയില് ഒരു കോറിഡോർ ഉണ്ട്. കേഴ്സ്ഡ് ടൂൾസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു സ്റ്റോർ റൂം ഉണ്ട്. എന്റെ ബ്രദേഴ്സിന്റെ റിമൈൻസും അവിടെയാണ് വെച്ചിരിക്കുന്നത്. എന്റെ കേഴ്സ്ഡ് എനർജിയിലെ സെക്കൻഡറി എഫക്ട് വെച്ച് എന്റെ ബ്രദേഴ്സ് എവിടെയായിരിക്കണേന്ന് എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഐഡിയ യൂക്കിക്ക് ഇഷ്ടാവുകയാണ്. ഇതാരാന്ന് മാക്കി ചോദിക്കുവാണ്. അപ്പൊ യൂജി, ഇപ്പൊ അവൻ എന്റെ മൂത്ത സഹോദരനാണെന്ന് പറയാം. അത് കേൾക്കുമ്പോഴത്തേനും ചോസോയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ അവർ ആ സ്ഥലത്തേക്ക് പോവുകയാണ്. ചോസോ, ഈ ഡോറ് തന്നെയാണ്. അങ്ങനെ അവർ ആ ഡോറ് തുറക്കുമ്പോഴത്തേനും അവിടെ നിറയെ മരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. അങ്ങനെ അവർ ഉള്ളിലോട്ട് പോകുമ്പോഴത്തേനും ചോസോ ഒരു റൂം കണ്ട് അതിന്റെ മുമ്പിൽ പോയി നിൽക്കാണ്. എനിക്കറിയാം, ഞാൻ വന്ന് എന്തായാലും നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകും. കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യണം. അങ്ങനെ അവർ ആ കോറിഡോറിന്റെ ഉള്ളിൽ കൂടെ പോകുമ്പോ ബ്ലഡ് സ്റ്റെയിൻസ് കാണുവാണ്. അത് കാണുമ്പോ യൂജി എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുവാണ്. അത് 12 വർഷം മുമ്പ് നടന്നതാണ്. ഒരുപക്ഷെ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ നിന്നായിരിക്കും തുടങ്ങിയിരിക്കുന്നത്. വാ, നമുക്കെല്ലാവർക്കും മെയിൻ ഹാളിലേക്ക് പോവാന്ന് പറഞ്ഞ് യൂക്കി എല്ലാവരും മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ അവർ ആ തൂവെള്ള ഹാളിലേക്ക് കേറുവാണ്. ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. അപ്പൊ യൂക്കി, ആ അതെ, അവര് നമ്മൾ റിജക്ട് ചെയ്തു. ഗോജോനെ സീല് ചെയ്തതുകൊണ്ട് ടെങ്കൻ ഇതില് ഇന്റർഫിയർ ആവുന്ന ഞാൻ കരുതിയത്. ഞാൻ എന്തായാലും തെറ്റിദ്ധരിച്ചു. അപ്പൊ യൂട്ട, നമുക്ക് അധികം സമയമില്ല, നമുക്ക് വേഗം തിരിച്ചു പോവാം. അങ്ങനെ എല്ലാവരും തിരിഞ്ഞു നടന്നുകൊണ്ടിരിക്കുമ്പോ ഇതിനകം പോവുകയാണോ? നിങ്ങളെ കണ്ടതിൽ സന്തോഷം. സെനിൻ ഗ്ലാനിന്റെ കൊച്ച്, ഡെഡ് പെയിന്റിംഗ് ബോം, പിന്നെ സുഗുണയുടെ വെസൽ എന്നിങ്ങനെ ഒരാൾ വന്ന് പറയുവാണ്. അങ്ങനെ ഈ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.